കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ വീഡിയോ ഒന്ന് ലൈക്കും കൊടുക്കുക കേട്ടോ. ഹരേ കൃഷ്ണനോ എന്തെങ്കിലും ഭഗവാന്റെ നാമങ്ങളോ വീഡിയോയുടെ അടിയിലോ ഒന്ന് കമൻറ്റും ചെയ്യാം. ഇവിടെ പറയാൻ പോകുന്നത് ഗുരുവായൂരപ്പൻ പണ്ട് വേഷം മാറി വന്ന കഥയാണ്. നമുക്കറിയാലോ, മായാജാലം നടത്തുന്ന ആളാണ് ഗുരുവായൂരപ്പൻ. പണ്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ഡയറക്റ്റ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഗുരുവായൂർ നടന്നിരുന്നു, ഇപ്പോഴും നടക്കുന്നുണ്ട്, എന്നാൽ എല്ലാവരും പുറത്ത് പറയാറുമില്ല. എന്നാൽ പണ്ടൊക്കെ പല കാര്യങ്ങളും പലരും പറഞ്ഞു കേട്ടിട്ടും എല്ലാം നമുക്ക് ഒരുപാട് പേര് അവിടെ നേരിട്ട് കണ്ട അനുഭവമുണ്ട്. ഗുരുവായൂർ ഒരു കാലത്ത് എന്നൊന്നും അത്ഭുതങ്ങളായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഭഗവാന്റെ അശരീരി കൂടെ കൂടെ കേൾക്കുക, പിന്നെ ഭഗവാന്റെ ഓരോരോ മായകൾ, അത് ഒരുപാട് നടന്നിരുന്നു. അപ്പോൾ അതുപോലെ ഒരു മായ നടന്ന കഥയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. പണ്ട് ഒരു ഭക്തന് 100 പറ അരി കൊണ്ട് ഒരു വിരുന്നൊരുക്കണമെന്നുണ്ടായിരുന്നു ഗുരുവായൂർ അമ്പലത്തിലെ. അപ്പോൾ അന്നത്തെ കാലത്ത് അവിടെ പ്രധാനമായിട്ടുള്ള പാചകക്കാരെന്ന് പറയുന്നത് മല്ലിശ്ശേരി നമ്പൂതിരിയായിരുന്നു. പ്രധാനമായിട്ടും 2 കീശാന്തിമാരാണ് ഇവിടെ പാചകം നടത്തി വിരുന്നൊരുക്കാനിരുന്നത്. അപ്പോൾ ഈ ഭക്തൻ്റെ ആ ഒരു വിരുന്ന് നാളെ നടക്കാനിരിക്കുകയെന്ന് വിചാരിക്കേ. അപ്പോൾ അതിലൊരു കീശാന്തിക്ക് വയ്യാതായിട്ട് അദ്ദേഹം അവധിയെടുത്ത് വീട്ടിൽ കിടപ്പിലായിരുന്നു. അപ്പോൾ മല്ലിശ്ശേരി നമ്പൂതിരി ആണെങ്കിൽ ഇനി എന്താ ചെയ്യുക, നാളെ എല്ലാവരെയും വിളിച്ച് വിരുന്നാണ്, 1000 പേർക്കൊക്കെ വിരുന്ന് കൊടുക്കാനുള്ളതാണ്. എന്നിട്ട് പാചകക്കാരില്ലെങ്കിൽ എങ്ങനെ ഈ പാചകം പൂർത്തിയാക്കുക, എങ്ങനെ വിരുന്നൊക്കെ നടത്തുക, ഭഗവാനെ വിളിക്കല്ലാതെ എന്താ ചെയ്യുക. അപ്പോൾ അന്ന് രാത്രി മുഴുവനും മല്ലിശ്ശേരി നമ്പൂതിരി ഗുരുവായൂരപ്പനെ വിളിച്ചുകൊണ്ട് നാമം ചൊല്ലിക്കൊണ്ടിരുന്ന് കഴിച്ചു കൂട്ടി. പിറ്റേ ദിവസം നോക്കിയപ്പോൾ ഈ അവധിയെടുത്ത കീശാന്തി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 കീശാന്തിമാരുണ്ടല്ലോ, അവർ 2 പേരും കൂടി പാചകമൊക്കെ ഗംഭീരമാക്കി എല്ലാവർക്കും വിരുന്നൊക്കെ നടത്തി. അപ്പോൾ മല്ലിശ്ശേരി നമ്പൂതിരി അത് അത്ഭുതമായില്ല. അപ്പോൾ ഇതെല്ലാം നടത്തി കഴിഞ്ഞ് ഈ വയ്യാതെ കിടന്ന ഈ നമ്പൂതിരി പോയിട്ട് കീശാന്തി പോയിട്ട് ഞാൻ കുളിക്കാൻ പോവാണെന്ന് പറഞ്ഞിട്ട് തീർത്ഥകുളത്തിൻ്റെ അവിടേക്ക് പോയി. പിന്നെ തിരിച്ചു വന്നുമില്ല. പിന്നെ എന്താ സംഭവിച്ചത്? അപ്പോൾ പിറ്റേ ദിവസം നോക്കിയപ്പോൾ പിറ്റേ ദിവസം അവധിയാണ്, വന്നിട്ടില്ല. അല്ല, പാചകം 100 പേർക്ക് സദ്യ ഒരുക്കാനായിരുന്നല്ലോ ബുദ്ധിമുട്ടായിരുന്നേ. അപ്പോൾ അക്കാര്യമൊക്കെ നടന്നു കിട്ടി. പിന്നെ ഈ കീശാന്തി പോവുകയും ചെയ്തു. ഈ കീശാന്തിയുടെ ഒരു അഡ്രസ്സുമില്ലേ. അപ്പോൾ അവധിയായിട്ട് പിന്നെയും വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എന്താണ്, വന്നതാണല്ലോ ഒരു കുഴപ്പമില്ലാതെ, ഇതെന്താ അപ്പോൾ പെട്ടെന്ന് തന്നെ വീണ്ടും വയ്യാതായോ എന്ന് വിചാരിച്ചിട്ട് മല്ലിശ്ശേരി നമ്പൂതിരി അദ്ദേഹത്തിൻ്റെ ആ വീടിൻ്റെ അടുത്തൊക്കെ ആൾക്കാരോട് ചോദിച്ചു നോക്കി, വീട്ടിലൊക്കെ അന്വേഷിച്ച് നോക്കിയപ്പോൾ ഈ കീശാന്തി കിടപ്പിൽ തന്നെയാണ്. അതായത് അന്ന് അവധി ഇട്ടതാ, അതിന് ശേഷം ആൾ പൊങ്ങിയിട്ടില്ല, ആൾ എപ്പോഴും കിടപ്പിലാണ്, വയ്യാതെ കിടക്കുക. പിന്നെ ആരാണ് കീശാന്തിയുടെ വേഷം മാറിയിട്ട് വന്നത്? ഈ സദ്യയൊക്കെ വെച്ചൊരുക്കാൻ കീശാന്തിയായിട്ട് മറ്റൊരു കീശാന്തിയായിട്ട് വന്നത് ആരാണ്? വേറെ ആരുമല്ല, സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെ. അപ്പോൾ ശരിക്കും മല്ലിശ്ശേരി നമ്പൂതിരിക്ക് മനസ്സിലായി, ഇത് ഗുരുവായൂരപ്പനെ നമ്മൾ വിളിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഏത് രൂപത്തിൽ വേണമെങ്കിലും ഏത് ഭാവത്തിൽ വേണമെങ്കിലും നമ്മുടെ മുമ്പിൽ എപ്പോൾ വേണമെങ്കിലും വരുന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അദ്ദേഹത്തെ വിളിച്ചാൽ മതിയല്ലോ. നമുക്കിപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാണ് ജീവിതത്തിൽ. ആ സമയത്ത് വേറെ ഒന്നും ചെയ്യണ്ട, അദ്ദേഹത്തെ തന്നെ വിളിക്കുക. ആ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അത് സോൾവ് ആക്കാനുള്ള വഴി അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അദ്ദേഹം രൂപം മാറി വന്നോ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ അതിനനുസരിച്ച് സൃഷ്ടിച്ചു കൊണ്ടോ ഒക്കെ നമുക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ മാറ്റുന്നതാണ്. അത് അനുഭവമുള്ള എല്ലാവർക്കും, ഗുരുവായൂരപ്പൻ്റെ അനുഭവമുള്ള എല്ലാവർക്കും അറിയാവുന്നൊരു സത്യമാണ്. പണ്ട് ഞാൻ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ മനസ്സിൽ ഇങ്ങനൊരു കാര്യം വിചാരിച്ചിട്ടുണ്ട്,
അതെനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് അതിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് വിചാരിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, അപ്പോൾ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, അയ്യോ എനിക്ക് അതിൽ നിന്ന് രക്ഷപ്പെടണമല്ലോ, എന്താ ചെയ്യപ്പോ എന്നൊക്കെ വിചാരിച്ച സമയത്ത് ഗുരുവായൂരപ്പൻ അത് ഈസി ആയിട്ട് മുടക്കി തന്നിട്ടുണ്ട്. അത് വിവാഹമൊന്നല്ല കേട്ടോ, വേറൊരു കാര്യം. അതായത് ഞാൻ നന്ദനം സിനിമ കണ്ടിട്ടുണ്ട്. അത് സിനിമയിൽ കണ്ട് കുറേ കാര്യങ്ങൾ കണ്ടപ്പോൾ എനിക്ക് വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല. കാരണം ഇത് ഒരുപാട് ഭക്തരുടെ ജീവിതത്തിൽ നടക്കുന്നതാണ്. അത് ഗുരുവായൂരപ്പ ഭക്തർക്ക് അറിവുള്ള കാര്യമാണ്. അത് ആ സംവിധായകൻ ശരിക്ക് അന്വേഷിച്ച് ഇറങ്ങി ശരിക്ക് ആ ഭക്തരുടെ അനുഭവം തന്നെയാണ് എഴുതിയിട്ടുള്ളതെന്ന് എനിക്ക് തോന്നി. ആ സിനിമയാക്കി മാറ്റിയിട്ടുള്ളത്, കഥയാക്കി മാറ്റിയിട്ടുള്ളത് ആ കഥാകൃത്ത്, അതുപോലെ ആ കഥാകൃത്തും സംവിധായകനും കൂടി ശരിക്കും അതിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ശരിക്കും ഗുരുവായൂരപ്പ ഭക്തരുടെ അനുഭവം തന്നെയാണ് അത് അന്വേഷിച്ചിറങ്ങി എഴുതിയേക്കാന്ന് ആ കഥാകൃത്തിന് അത് അനുഭവത്തിലുള്ളതാണെന്നും അതുപോലെ ആ സംവിധായകനും അത് അങ്ങനെ തന്നെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ശരിക്കാണോ എന്നറിയില്ല. കാരണം അത് ആ സിനിമ കണ്ടതിന് ശേഷം ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടല്ലോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഓരോ ഗുരുവായൂരപ്പ ഭക്തനും തോന്നുന്ന കാര്യങ്ങളാണ്. ഇതുപോലെയുള്ള അനുഭവങ്ങൾ എന്നാൽ എക്സാക്റ്റ് അതേ അനുഭവമായിരിക്കില്ല. ഇതേപോലെയുള്ള ഞെട്ടിപ്പിക്കുന്ന അത്ഭുതങ്ങൾ ഉണ്ടാക്കുന്ന ഗുരുവായൂരപ്പൻ്റെ ഓരോ മായകൾ, അത് ഗുരുവായൂരപ്പൻ്റെ ഒരു പ്രത്യേക ഓരോ സ്റ്റൈലാണ്. അതെല്ലാവർക്കും അറിയാം. വെഴ്സറ്റൈലായിട്ടുള്ള ചില അനുഭവങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഗുരുവായൂരപ്പന് കഴിയും. അതുപോലെ ഇവിടെ മല്ലിശ്ശേരി നമ്പൂതിരിക്കയ്ക്ക് ശാന്തിയായിട്ട് വന്നതും ഗുരുവായൂരപ്പൻ തന്നെയാണ്. ജീവിതത്തിലെ പല കാര്യങ്ങളും നമ്മൾ വേണ്ടാന്ന് വിചാരിച്ചിട്ട് അയ്യോ എനിക്കതിൽ നിന്ന് ഒഴിഞ്ഞ് മാറണം, ഇനി ഒരു നിവൃത്തിയില്ല എന്ന് വരുമ്പോൾ ഗുരുവായൂരപ്പനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് ഭഗവാൻ ഒഴിഞ്ഞു മാറ്റി തരും. അതുപോലെ തന്നെ വേറെ ചില അനുഭവങ്ങൾ, എനിക്കിത് നടക്കണം, ഭയങ്കര ആഗ്രഹമാണ് നടക്കണമെന്ന്. അപ്പോൾ എനിക്കിത് നടക്കാനായിട്ടൊരു വഴിയില്ല എന്ന് കാണുമ്പോൾ ഏത് വഴിക്ക് വേണമെങ്കിലും ഭഗവാൻ അത് ഒരുക്കി തരും. പിന്നെ ഒരു കാര്യമുണ്ട്, ചിലപ്പോൾ അങ്ങേയറ്റ പരീക്ഷണങ്ങളൊക്കെ വേണ്ടി വരും. അതായത് അവസാന ഘട്ടത്തിലായിരിക്കും അത് ചിലപ്പോൾ ശരിയാക്കി തരാം. നമ്മൾ തോറ്റ് തളർന്ന് ഇനി എല്ലാം ഭഗവാന്, നമ്മുടെ ഭാഗത്തെ ശ്രമങ്ങളൊക്കെ കഴിഞ്ഞു, അതൊക്കെ നടന്നു, ഒക്കെ മുടങ്ങിപ്പോയി, നമ്മൾ ശ്രമിച്ച് നടക്കുന്നില്ല, പിന്നെ നമ്മളെല്ലാം ഭഗവാൻ വിട്ടുകൊടുത്തു, ഇനിയൊക്കെ ഭഗവാൻ തന്നെ തീരുമാനിക്കട്ടെ, അല്ലാതെ എന്ത്, ഇനി ഞാൻ വിചാരിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്ന് മനസ്സിലായി. ഇനിയും ഭഗവാന് ഫുള്ള് സറണ്ടർ ആവുക. ഭഗവാൻ എന്താ തീരുമാനിക്കണേ, എനിക്ക് ഇങ്ങനെ ഒരു വഴി കാണിച്ചു തരുമോ എന്ന് മനസ്സിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമ്പോൾ അപ്പോൾ ഭഗവാൻ നമുക്ക് മിറാക്കിളായിട്ട് അത്ഭുതകരമായി പല രീതിയിൽ ആളെ കൊണ്ട് പറ്റാവുന്ന മായകളൊക്കെ ചെയ്ത് നമ്മളെ അനുകൂലമാക്കി പോസിറ്റീവാക്കി മാറ്റിയിട്ടുണ്ടാവും. വീണ്ടും ഗുരുവായൂരപ്പൻ്റെ 10 മടങ്ങ് ഭക്തിയുള്ള ഭക്തനായിട്ട് നമ്മളെ അദ്ദേഹം മാറ്റിയെടുക്കുന്നുണ്ടോ. അപ്പോൾ നമ്മളെ ഭക്തിയുള്ളവരായിരിക്കുക എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായിട്ടുള്ളൊരു കാര്യം തന്നെ പറയണത്. അപ്പോൾ എല്ലാവർക്കും ഈ കഥ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.